ആനകളെല്ലാം ശക്തരാണ്. പക്ഷേ ഒരു ആനയ്ക്ക് മുന്നിൽ ആയിരങ്ങൾ തലകുനിഞ്ഞിരുന്നു. അവന്റെ കാൽനാദം കേട്ടാൽ പോലും ആളുകൾ നിശബ്ദരായിരിക്കും. കേരളം കണ്ട ഒരു ജീവിച്ചിരിക്കുന്ന ദൈവമായിരുന്നു. രാത്രി തൃശൂർ ജില്ലയിലെ ഒരു ഉത്സവ പറമ്പ്. ചെണ്ടമേളം കുത്തനെ ഉയരുന്നു, പൊടി ഉയരുന്നു, ആയിരങ്ങൾ ശ്വാസം മുട്ടി നോക്കുന്നു. ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ അവൻ നിൽക്കുന്നു. അഭിമാനത്തോടെ ഉയർന്ന നെറ്റി, നിശ്ചലമായ കണ്ണുകൾ, ഒരു രാജാവിന്റെ സമാധാനം. അവന്റെ പേര് മംഗലംകുന്ന് കർണൻ. കേരളത്തിലെ ആനകളിൽ ചിലർ പ്രശസ്തരാണ്. പക്ഷേ കർണൻ ഒരു പേര് മാത്രമല്ലായിരുന്നു, അവനൊരു വികാരമായിരുന്നു. പാലക്കാട് ജില്ലയിലെ മംഗലംകുന്ന് കുടുംബത്തിന്റെ അഭിമാനമായിരുന്നു അവൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ ശരീരഭംഗി, ഉയരം, തലയുയർത്തി നിൽക്കുന്ന ശൈലി എല്ലാം വേറിട്ടിരുന്നു. അവനെ ആദ്യമായി കണ്ടവർ പറയുന്നൊരു വാക്ക്, ഇവൻ സാധാരണ ആനയല്ല. ആനകളുടെ ജീവിതം ഉത്സവങ്ങളുടെ പ്രകാശം മാത്രമല്ല. ചങ്ങലകൾ, പരിശീലനങ്ങൾ, ഒറ്റപ്പെടൽ, വേദന. കർണനും അതിൽ നിന്നും ഒഴിവായിരുന്നില്ല. പക്ഷേ അവനെല്ലാം സഹിച്ചു. കാരണം അവൻ ജനിച്ചത് ഒരു രാജാവായി നിൽക്കാനായിരുന്നു. ഒരു വർഷം പ്രശസ്തമായ ഒരു ഉത്സവത്തിൽ കർണൻ തലപൊക്കിയെത്തി. ആയിരങ്ങൾ അവനെ കാണാൻ മാത്രം വന്നിരുന്നു. ചെണ്ടമേളം ഉയർന്നു, കുടമാറ്റം തുടങ്ങി. പക്ഷെ ആ സമയത്ത് കർണൻ അപ്രതീക്ഷിതമായി നിശ്ചലമായി. അവന്റെ കണ്ണുകൾ മാറി. ജനക്കൂട്ടം ഭയന്നു. ഒരു നിമിഷം എല്ലാവർക്കും തോന്നി, ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. കർണൻ ശാന്തമായി തല താഴ്ത്തി. ഒരാളെയും തൊടാതെ, ഒരാളെയും ഭയപ്പെടുത്താതെ അവൻ തന്റെ ശക്തി നിയന്ത്രിച്ചു. ആ നിമിഷം ജനങ്ങൾ മനസ്സിലാക്കി, ഇവനൊരു മൃഗമല്ല, ഇവൻ ബുദ്ധിയുള്ള, ഹൃദയമുള്ള ജീവനാണ്. പക്ഷേ കർണന്റെ ജീവിതം മുഴുവൻ മഹത്വമായിരുന്നോ? അല്ല. അവന്റെ ജീവിതത്തിന്റെ വലിയ ഭാഗം ഉത്സവവേദിയുടെ പ്രകാശത്തിന് പുറത്തായിരുന്നു. ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട രാത്രികൾ, ദീർഘമായ യാത്രകൾ, അസ്വസ്ഥതകൾ. അവൻ സംസാരിക്കാനാവില്ല, അവന്റെ വേദന പറയാനാവില്ല. അവനെ ആരാധിച്ചവർ ആയിരങ്ങൾ. പക്ഷെ അവന്റെ ഏകാന്തത മനസ്സിലാക്കിയവർ വളരെ കുറച്ച്. ഇതാണ് കർണന്റെ മറഞ്ഞ സത്യം. ഒരു ജീവി ജനങ്ങൾക്കായി തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി. വർഷങ്ങൾ കടന്നു. കർണന്റെ ശരീരം വലുതായിരുന്നു, പക്ഷെ സമയം അതിലും വലുതായിരുന്നു. ഒരു ദിവസം വാർത്ത പടർന്നു, കർണനില്ല. കേരളം നിശബ്ദമായി. ഉത്സവപ്പറമ്പുകൾ ശൂന്യമായി തോന്നി. ചെണ്ടമേളം കേട്ടാലും ഒരു കുറവ് അനുഭവപ്പെട്ടു. മംഗലംകുന്ന് കർണനൊരു ആന മാത്രമായിരുന്നോ? അല്ല, അവനൊരു കാലഘട്ടമായിരുന്നു, ഒരു അഭിമാനം, ഒരു ശക്തിയുടെ പ്രതീകം. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. നാം അവനെ ആരാധിച്ചു, സ്നേഹിച്ചു, അഭിമാനിച്ചു. പക്ഷേ അവൻ സ്വതന്ത്രനായിരുന്നു? അവൻ സന്തോഷവാനായിരുന്നോ? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ശക്തി മാത്രം മതിയല്ല, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ മഹത്വം. ഇന്ന് കർണനില്ല, പക്ഷെ അവന്റെ കാൽനാദം ഇന്നും കേരളത്തിന്റെ ഉത്സവ പറമ്പുകളിൽ മുഴങ്ങുന്നു. ഇതാണ് മംഗലംകുന്ന് കർണന്റെ കഥ.